ഹായ് ഗൈസ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇത് ആക്ച്വലി ഞാൻ പറയാൻ പോകുന്ന സിനിമ ഏതാണെന്ന് വെച്ചാൽ അതാണ് സിനിമ അങ്ങനെയൊക്കെ ഒക്കെ രാജു. ഇതിൻ്റെ പരിഭാഷ ഞാൻ കണ്ട സമയത്ത് വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ രാജു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ കിങ് എന്ന് പറയുന്ന പോലെ രാജു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. അതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നവീൻ പോളിഷെട്ടി, മീനാക്ഷി ചൗധരി, റാവു രമേഷ്, അവരൊക്കെയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ വില്ലൻ റോള് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ KGF അഭിനയിച്ച ഒരു പുള്ളിയാണ്. ഈ ഇടയ്ക്ക് ആര്യൻ എന്ന് പറയുന്ന തമിഴ് സിനിമയിൽ പുള്ളി ഒരു പോലീസ് വേഷത്തിൽ വന്നായിരുന്നു. KGF ഉണ്ടെന്ന് തോന്നുന്നു. പുള്ളി KGF ഒരു ആക്ടറാണ്. പുള്ളിയാണ് ഇതിനകത്തൊരു വില്ലൻ വേഷം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. പിന്നെ ഒരു രസമുള്ള പടം, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ വീഡിയോയിൽ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞ പോലെ ഈ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നവീൻ പോളിഷെട്ടി എനിക്ക് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആ ഒരു സിനിമ ഞാൻ കാണാൻ കാരണം എന്ന് പറയുന്നത് ഡയറക്ടറാണെങ്കിൽ ഈ സിനിമ കാണാൻ കാരണം ഇതിൻ്റെ നായകനാണ് നവീൻ പോളിഷെട്ടി. നവീൻ പോളിഷെട്ടിയുടെ ഇതിനു മുമ്പൊരു സിനിമ വന്നായിരുന്നു, മിസ്സസ് പോളിഷെട്ടി എന്ന് പറയുന്നൊരു അനുഷ്ക ഷെട്ടിയുടെ കൂടെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അത് നല്ല രസമുള്ള സിനിമയാണ്. ഞാനത് OTTയിലാണ് കണ്ടത്. പിന്നെ ജാതി രത്നലു, പിന്നെ ചിച്ചൂര എന്ന് പറയുന്ന സിനിമയിൽ പുള്ളി ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു വൈറൽ സാധനമുണ്ട്. ഓഫീസിൽ ഒരാൾ എന്താ നീ നേരത്തെ പോകുന്നതെന്ന് ചോദിക്കുമ്പം പറയുന്ന പുള്ളിയുടെ ഒരു മോണോലോഗുണ്ട്. അതൊക്കെ ഭയങ്കര ഫേമസ്. അപ്പം നവീൻ പോളിഷെട്ടി കിടിലൊരു ആക്ടറാണ്. അപ്പം പുള്ളിയുടെ സിനിമ പുള്ളിയുടെ ഒരു എൻ്റർടൈനർ സാധനമാണ് പുള്ളി. ഇതിനകത്ത് പുള്ളിയുടെ ഇതിനു മുമ്പുള്ള സിനിമയിലൊക്കെ നമ്മൾ ഒരു ഫെസ്റ്റീവ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈനർ, ഒരു കോമിക് ഹ്യൂമർ സാധനമാണെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടി മാറിയിട്ട് ഒരു കമേഴ്ഷ്യൽ ഹീറോ ആവുന്നൊരു ടെംപ്ലേറ്റിലോട്ടാണ് പുള്ളി മാറിയിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി തന്നെ ഫൈറ്റിൽ പറയുന്നുണ്ട്, ഇതിൻ്റെ ആദ്യത്തെ ഫൈറ്റാണ്, മിനി ചേക്കണേന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനം പറയുന്നുണ്ട്. സോ എനിക്കൊന്ന് പുള്ളി ആദ്യമായിട്ടാണ് ഫൈറ്റ് സാധനങ്ങൾ ചെയ്യുന്നത്. ഇനിയും ചെയ്യട്ടെ, നല്ല സാധനങ്ങൾ വന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് രാജു ഒരു ജമീന്ദാർ കുടുംബത്തിൽപ്പെട്ട. ഈ സിനിമ കണ്ടപ്പം എനിക്ക് ഓർമ്മ വന്നൊരു സിനിമയാണ് സീമരാജ എന്ന് പറയുന്ന ശിവകാർത്തിൻ്റെ ഒരു സിനിമയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അതുവരെ ഭയങ്കര പൈസ അല്ലെങ്കിൽ പ്രൗഢിയായിട്ടുള്ള കൊട്ടാരങ്ങളൊക്കെ കണ്ട സമയത്ത് ക്ഷയിക്കാൻ തുടങ്ങുന്ന, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പ്രൗഢിയോ അല്ലെങ്കിൽ പറയപ്പെടുന്ന സമ്പത്തോ ഇല്ലാത്ത കൊട്ടാരങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ രാജാക്കന്മാർ അനുഭവിക്കുന്ന വിഷമങ്ങൾ, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തതിൻ്റെ, മറ്റുള്ളവർ നോക്കുമ്പോൾ രാജാവെന്നാണെങ്കിലും പൈസ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമാണ് ഈ ഒരു സിനിമയ്ക്കകത്തും വരുന്നത്. ഇപ്പോൾ രാജു എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ജമീന്ദാർ ഫാമിലി പെട്ട ആളാണ്. പക്ഷേ ഭയങ്കര കഷ്ടപ്പാടും എന്താ പറയുക, ഭയങ്കര പൈസ ഇല്ലായ്മയൊക്കെ ഉള്ളതാണ്. പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ പുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളിക്ക് ഒരു പോയിൻ്റിൽ ഒരു ഇൻസൾട്ട് ഫേസ് ചെയ്യുകയും അതിൻ്റെ വാശിക്ക് ഓക്കെ ഞാനൊരു കാശുകാരിയെ പെങ്കൊച്ചിനെ കല്യാണം കഴിക്കാം, അപ്പോൾ ആ പെങ്കൊച്ചിനെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ കാശുകാരനാവുമല്ലോ എന്ന് ഒരു കോൺസെപ്റ്റിൽ പുള്ളി ഇറങ്ങിത്തിരിക്കുകയും ഒരു മീനാക്ഷി ചൗധരിയുടെ ക്യാരക്ടർ എൻ്റർ ആവുകയും മീനാക്ഷി ചൗധരിയെ ഇമ്പ്രസ് ചെയ്ത് കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഒരു ട്വിസ്റ്റ് ആ ട്വിസ്റ്റ് കഴിഞ്ഞിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. നല്ല രസമായിട്ട് പടം ചെയ്തിട്ടുണ്ട്. പടം നല്ല കിഡിലായിട്ട് വന്നിട്ടുമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഫെസ്റ്റീവ് ടൈമിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു കമേഴ്ഷ്യൽ പോയിൻറ്റിലുള്ളൊരു എൻ്റർടൈനറാണ് സിനിമയിലെല്ലാം ഉണ്ട്. ഫണ്ണുണ്ട്, കോമഡി ഉണ്ട്, ഹ്യൂമറുണ്ട്, പിന്നെ എൻ്റെ ഇമോഷൻ സാധനങ്ങളുണ്ട്. ലാസ്റ്റിലോട്ട് ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് ഇമോഷണൽ സാധനങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര സാധനമൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു ഫൺ എൻ്റർടൈനിങ് വാച്ച് ഒരു ഫെസ്റ്റീവ് ടൈമിൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കറക്റ്റ് ടൈമിൽ അവർ ഇറക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു ഫെസ്റ്റീവ് ടൈമിൽ നമുക്ക് കുടുംബത്തോടൊപ്പം വരുന്ന ഒരു തിയേറ്ററൊക്കെ ഫുൾ ശരിയായിരുന്നു. ഞാൻ കണ്ട തിയേറ്റർ ആക്ച്വലി ഹൗസ്ഫുള്ളായിരുന്നു. തിയേറ്റർ ഭയങ്കര ഫുൾ ലാഫ്റ്റർ ആയിരുന്നു തിയേറ്ററിൽ. സോ
കിടിലം പടമാണ്. നിങ്ങൾക്ക് അവസരം കിട്ടുവാണെങ്കിൽ ഒന്ന് കാണുക, തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. എല്ലാ സിനിമയും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോ ഇനിയും നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.